ഗവർണറുടെ നയപ്രഖ്യാപനത്തോടുകൂടി നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. നന്ദി പ്രമേയത്തിൻ്റെ ചർച്ച പ്രത്യേകിച്ച് നന്ദിയൊന്നും ഇല്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനിക്കാറായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പം നന്ദി പ്രമേയം എന്നൊക്കെ പറഞ്ഞാൽ വെറും കോമഡിയാണ്. ഗവർണർ നിയമസഭയിൽ അവതരിപ്പിക്കാത്ത പ്രമേയത്തിനാണ് ഇവർ നന്ദി പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കുന്നത്. ഇനി ഇതിന് നന്ദി പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഗവർണർക്ക് രാത്രി ഉറക്കം വരില്ല എന്നുമുണ്ട് ഒരു പ്രയാസം. അപ്പോൾ ഇതൊരു ആചാരമാണ്, ഒരു കീഴ്വഴക്കമാണ്, ഒരു അനുഷ്ഠാന കലയാണ്. ഏത് ഗവർണറുടെ ഗംഭീരമായ നയപ്രഖ്യാപന പ്രസംഗവും അതിന് സഭ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പാസ്സാക്കുന്ന പ്രമേയവും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിയമസഭയിലെ കലാപരിപാടികൾ പഴയ പോലെ തന്നെ നടക്കുന്നു. ഇറങ്ങിപ്പോക്ക്, ബഹിഷ്കരണം, കാശ് കീശ് എന്നുള്ള ഡയലോഗുകളൊക്കെ നടക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ഗംഭീരമായ പ്രസംഗമുണ്ട്. അതിന് ധനകാര്യമന്ത്രിയുടെ മറുപടിയുണ്ട്. അത് പോരാ എന്ന് തോന്നിയിട്ട് മുഖ്യമന്ത്രിയുടെ മറുപടിയുണ്ട്. ചോദ്യോത്തര വേളയിൽ മത്താപ്പ്, ലാത്തിരി, പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ക്ലിഫ് ഹൗസിൽ വാങ്ങിച്ച കർട്ടൻ്റെ വില എത്രയാണ്? അദ്ദേഹം ഇവിടുന്ന് ചെരുപ്പിൻ്റെ വില എത്രയാണ്? അദ്ദേഹം ധരിക്കുന്ന അടിവസ്ത്രത്തിൻ്റെ വില എത്രയാണ് എന്നൊക്കെ മാന്യ മെമ്പർമാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചോദ്യോത്തര വേളയെ എന്താണ് സന്തോഷകരമാക്കാനായിട്ട്, ആഹ്ലാദകരമാക്കാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ അനുവദനീയമാണ്. അതിൽ പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഖാവ് എച്ച് സലാം കേരളത്തിൽ സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പുകൾ ആരാണ് കൂടുതൽ നടത്തിയത്? LDF ആണോ UDF ആണോ അത് വേറെ വല്ല പാർട്ടിയുമാണോ എന്നറിയാനൊരു ചോദ്യം നിയമസഭയിൽ ചോദ്യം ചോദിച്ചത് മാത്രം സലാമിന് ഉറവുകൾ. അപ്പോഴത്തേക്കും മുഖ്യൻ കണ്ണുരുട്ടി. സലാമിന് മൂത്രശങ്ക ഉണ്ടായി എന്ന് പറയപ്പെടും. ഏതായാലും ചോദ്യം ചോദിക്കാൻ മാത്രമുള്ളതല്ല, പിൻവലിക്കാൻ കൂടിയുള്ളതാണ് എന്ന് സഖാവ് സലാമിന് അറിയാമായിരുന്നു. അദ്ദേഹം സഭാതലത്തിൽ ചോദ്യം വരുന്നതിന് മുമ്പ് എന്താണ് ധൈര്യസമേത ചോദ്യം പിൻവലിച്ചു. അതിനാണ് നമ്മൾ വീരോചിതമായ പിന്മാറ്റം എന്ന് പറയും. വിജയകരമായ പിന്മാറ്റം എന്നും പറയാം. ഏതായാലും പിന്മാറ്റം വളരെ ഗംഭീരമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ CPMലെ ചില നേതാക്കളെങ്കിലും ഈ സർക്കാരിൻ്റെ അപ്രമാദിത്വത്തെ, മുഖ്യൻ്റെയും മരുമോൻ്റെയും അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദർശധീരനും മുൻ പൊതുമരാമത്ത് മന്ത്രിയുമായ സഖാവ് G. സുധാകരൻ ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ പ്രസക്തമായ പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതിനൊന്നും യാതൊരു മറുപടിയും കിട്ടുന്നില്ല. സജി ചെറിയാനും അദ്ദേഹത്തിൻ്റെ വൈതാളിക വൃന്ദവുമൊക്കെ സുധാകരനെ പരിഹസിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും കാര്യമായ കലശലായ ഈർഷ്യയുണ്ട്. അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ മത്സരിച്ച് തോൽപ്പിക്കാനാണ് മുഖ്യനും മരുമോനും കൂടി പ്ലാൻ ഇടുന്നത് എന്ന് കേൾക്കുന്നുണ്ട്. ആ തോൽവിയോടുകൂടി പണ്ട് MA ബേബി കൊല്ലത്ത് നിന്ന് തോറ്റ പോലെ പത്തനംതിട്ടയിൽ നിന്ന് ഐസക്ക് തോറ്റ് തട്ടുമ്മ കയറുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുള്ള പ്രയാസം അവസാനിക്കും എന്നാണ് ഇവരുടെ അമ്മോശൻ്റെയും മരുമോൻ്റെയും കണക്കൂട്ടൽ. അതുകൊണ്ട് ഐസക്കും സാമാന്യം അസ്വസ്ഥനാണ്. അദ്ദേഹവും അത് പല രീതിയിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല. കടകംപള്ളി നിലവിൽ MLA ആണ്, മന്ത്രിയാകും എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ മന്ത്രിയായില്ല. അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് വിക്ഷേപിക്കാനാണ് മുഖ്യൻ മരുമോൻ ടീം ആഗ്രഹിക്കുന്നത്. അതായത് ആറ്റിങ്ങൽ പാർലമെൻറ്റ് സീറ്റിൽ കടകംപള്ളിയെ മത്സരിപ്പിക്കുന്നു. കടകംപള്ളി ഒന്നുകിൽ നമ്മുടെ അടൂർ പ്രകാശിനോട് തോക്കും, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ജയിച്ച് പാർലമെൻറ്റിൻ്റെ ഒരു മൂലയിൽ പോയി കടലയും കുറിച്ചിരിക്കേണ്ടി വരും. രണ്ടായാലും കടകംപള്ളിക്ക് അതിൽ താല്പര്യമില്ല. അപ്പോൾ കടകംപള്ളി അദ്ദേഹത്തിൻ്റെ നീരസം വെളിപ്പെടുത്തിയത് ഒരു പൊതുവേദിയിൽ ഈ തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇപ്പോൾ തകർന്നതല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തകർന്നതാണ്. അത് ഇതുവരെ ശരിയാക്കാൻ പറ്റിയിട്ടില്ല. മരുമോൻ PR വർക്കിന് വേണ്ടി പല അഭ്യാസങ്ങളും പയറ്റുന്നുണ്ടെങ്കിലും തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ തകർന്ന അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഈ കാര്യം പുള്ളി പൊതുവേദിയിൽ ഉന്നയിച്ചു. മരുമോൻ്റെ പേരൊന്നും എടുത്ത് പറഞ്ഞില്ല, പക്ഷേ കേട്ടവർക്കൊക്കെ കാര്യം മനസ്സിലായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മരുമോൻ സാമാന്യത്തിൽ കോപാകുലനായി. അദ്ദേഹം പറഞ്ഞു, ഇത് കരാറുകാരുടെ ഭാഗത്തുള്ള വലിയ വീഴ്ചയാണ്. കരാറ് സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. ഈ റദ്ദാക്കിയതിൽ ചില ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. പൊള്ളലേറ്റവർക്ക് ബർണോൾ മേടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആ പൊള്ളലിൻ്റെ നീറലും വേദനയും കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അദ്ദേഹം ആഞ്ഞടിച്ച് പറഞ്ഞു. ആ പറയുന്ന സമയത്ത് സഖാവ് റിയാസിൻ്റെ മുഖത്തെ ആ ഒരു രൗദ്രം എന്ന് പറയുന്നത് കലാമണ്ഡലം കൃഷ്ണനായർക്ക് പോലും അഭിനയിച്ച് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. അത്രയും ധാർഷ്ട്യത്തോട്ടാണ്. അമ്മായിയപ്പന് ഏതാണ്ട് ഒരു 75 വയസ്സിൽ ആർജിച്ച ഒരു ധാർഷ്ട്യം മരുമകൻ വെറും 45 വയസ്സിൽ ആവാഹിച്ചെടുത്തു എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അപ്പോൾ ഇനി വരും കൊല്ലങ്ങളിൽ എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ശരീരഭാഷയിൽ നിന്നും മുഖഭാവത്തിൽ നിന്നും ശബ്ദ പാരുഷ്യത്തിൽ നിന്നും ഊഹിക്കാവുന്നതാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണും.
ചില ആളുകൾക്ക് പൊള്ളലേറ്റവർക്ക് ഇതുവരെ പൊള്ളൽ ശമിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിണതിയിൽ ഈ അടിയും തിരിച്ചടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കടകം തിരിയുമ്പോൾ ഈ മരുമകൻ ഓതിരം വെട്ടുകയാണ്. അങ്ങനെ ഓതിരവും കടകവുമായിട്ട് സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഇടതു മുന്നണി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അമ്മായിയപ്പനും മരുമകനും ഇഷ്ടക്കേട്ടുള്ളിടത്തോളം കാലം കടകംപള്ളിയുടെ കാര്യം കുശാലാണ്. അദ്ദേഹം ആറ്റിങ്ങൽ സീറ്റിൽ മത്സരിക്കേണ്ടി വരും. മത്സരഫലം ഏതാണ്ട് പണ്ട് നമ്മുടെ സഖാവ് MA ബേബി കൊല്ലത്ത് മത്സരിച്ചപ്പോഴത്തെ പോലെ ആയിരിക്കും ചെയ്യും. എതിർ സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണെങ്കിൽ പ്രത്യേകിച്ചും സഖാവ് പിണറായി വിജയൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വന്ന് അടൂർ പ്രകാശിനെ നികൃഷ്ട ജീവിയെന്നു, കുലം കുത്തിയെന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ നികൃഷ്ടമായ മറ്റേതെങ്കിലും പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. കാരണം ഒരു കാരണവശാലും കടകംപള്ളി സുരേന്ദ്രൻ ആറ്റിങ്ങൽ ജയിക്കരുത്, പാർലമെൻറ്റിൽ പോകരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.